പ്രസാദ് ഉടുമ്പശ്ശേരി തന്നെ ചേരുന്നുണ്ട് നമുക്കൊപ്പം. പ്രസാദ്, ഗുഡ് മോർണിംഗ്. രോഗികൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ ദുരവസ്ഥ എന്തെന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്നും ഇപ്പോൾ പ്രസാദിന്റെ റിപ്പോർട്ട് കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് ഈ ഒരു വിഷയത്തിൽ ആശുപത്രി അധികൃതരുടെ നിലപാട്? ഒരൊറ്റ ഡോക്ടർ മാത്രം ഈ ഒരു അധിക തസ്തിക നിയമിക്കാത്തത് എന്താണ് ഇതിനൊരു സാങ്കേതിക തടസ്സമായി ഇപ്പോൾ ഇവർക്ക് മുന്നിലുള്ള കാര്യം? സത്യലക്ഷ്മി, പ്രധാനമായും ഇതിനകത്ത് രണ്ട് സീനിയർ ഡോക്ടർമാർ ഇവിടെ നിന്ന് മാറിപ്പോയപ്പോൾ പകരം ആളെ നിയമിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ചീഫ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ, അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി എറണാകുളത്തേക്ക് മാറി. അങ്ങനെ 2 ഡോക്ടർമാർ ഇല്ലാതായതോടുകൂടി തന്നെ വലിയ പ്രതിസന്ധി ഈ കാർഡിയോളജി വിഭാഗത്തിലുള്ള രോഗികൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അസിസ്റ്റന്റ് സർജൻ മാത്രമാണ്. അദ്ദേഹത്തിന് ആഴ്ചയിൽ 2 തവണ OP നോക്കണം. അതോടൊപ്പം തന്നെ പ്രൊസീജിയർ, അവിടെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യേണ്ടതും അദ്ദേഹം മാത്രമാണ്. അപ്പോൾ ഒരാൾക്ക് ഇങ്ങനെ നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ OP ഉള്ള ഒരു ദിവസം 80 പേർക്ക് മാത്രമാണ് ടിക്കറ്റ് നൽകുക. അതിൽ 40 പേരെങ്കിലും ഓൺലൈൻ മുഖാന്തരം ടിക്കറ്റ് എടുക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇന്ന് പുലർച്ചെ വന്നപ്പോൾ ഈ കൗണ്ടറിൻ്റെ പുറത്ത് ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇത് തുറന്നതോടുകൂടി ആളുകൾ അകത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ എത്ര പേർക്ക് ടിക്കറ്റ് കിട്ടുമെന്നതെല്ലാം തന്നെ നമുക്ക് കണ്ടറിയണം. കാരണം വളരെ പെട്ടെന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് തന്നെ OP ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയാൽ 10 മിനിറ്റിനകം തന്നെ ഇത് തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച ഇത് കിട്ടാത്ത ആളുകൾക്ക് അടുത്ത ദിവസം തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും മാത്രമാണ് കാർഡിയോളജിയിൽ OP ഉള്ളത്. ഇന്ന് കിട്ടിയില്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച വരണം. തിങ്കളാഴ്ച കിട്ടിയില്ലെങ്കിൽ വീണ്ടും വ്യാഴാഴ്ച വരേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ചികിത്സാ ചെലവ് ഉള്ളതുകൊണ്ടാണ് കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്നത്. പക്ഷേ കൂടുതൽ ഡോക്ടർമാരെ വെച്ചുകൊണ്ട് OP കൂടുതൽ വരിക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്? കാർഡിയോളജി ആണോ അതോ വേറെ? അല്ല, അവന് വേറെ സ്കിന്നിൻ്റെ ഇതിന് വേണ്ടി വന്നതാണ്. വലിയ തിരക്കാണല്ലേ? വലിയ തിരക്കാണ്. ഞാൻ സാധാരണ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 8 മണിയാകുമ്പോഴേക്കും ടോക്കൺ കിട്ടുമായിരുന്നു. അപ്പം ഞങ്ങൾ 4 മണിക്ക് ശേഷം ഇപ്പോൾ ക്യൂ വന്ന് നിൽക്കുകയാണ്. മൊത്തത്തിൽ ഇവിടെ ആരും വന്നിട്ടില്ല. ഇനിയിപ്പോൾ എപ്പോൾ വരുന്നുള്ളത് അറിയില്ല. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേര് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കേട്ടതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് കാർഡിയോളജി വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സർക്കാർ അക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഈ പറയുന്ന രോഗികളായ ആളുകൾ ഉൾപ്പെടെ, കാരണം കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ഉറക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായി ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരെല്ലാം തന്നെ ഉറക്കമൊഴിച്ചാണ് ഇതിനെല്ലാം ഈ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ആളുകളെല്ലാം തന്നെ ഇവിടെ നിൽക്കുന്നത് കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് തന്നെ ഇന്നലെയെല്ലാം ഈ കാര്യങ്ങൾ. തീർച്ചയായും പ്രസാദ്, അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയുടെയും ആശുപത്രി അധികൃതരുടെയും ആരോഗ്യ വകുപ്പിന്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക്, അവരുടെ അടിയന്തര ഇടപെടലിലേക്ക് ന്യൂസ് മലയാളം ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ നടക്കുന്ന സംഭവമാണ്. പാവപ്പെട്ട മനുഷ്യരാണ്, അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒന്ന്. നമുക്കറിയാം, മറ്റ് ഈ ആശുപത്രികളിലൊക്കെ, പ്രൈവറ്റ് ആശുപത്രികളിലൊക്കെ കാർഡിയോളജി സംബന്ധമായ ഒരു അസുഖത്തിന് പോയാൽ എത്ര രൂപ ചെലവാകുമെന്ന് നമുക്കറിയാവുന്നതാണ്. സാധാരണക്കാർക്ക് ആശ്രയിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ. അവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങൾ, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെയാണ്. ഒരു തസ്തിക കൂടി നിയമിച്ച് ഒരു ഡോക്ടറെ കൂടി വച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആരോഗ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൻ്റെയും ഒക്കെ ശ്രദ്ധയിലേക്ക് ഈ റിപ്പോർട്ട് വയ്ക്കുകയാണ് ന്യൂസ് മലയാളം. ഇതിനൊരു അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനുഭാവപൂർവ്വം ഈ വിഷയം പരിഗണിച്ച് പാവപ്പെട്ട മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. പെട്ടെന്നൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.